നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലും പറമ്പുകളിലൊക്കെ ഉണ്ടാകുന്ന കരിയില സാധാരണ നമ്മൾ അടിച്ചു വാരി കത്തിച്ച് കളയാറാണ് പതിവ്. അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് അതിനെ എങ്ങനെ കമ്പോസ്റ്റാക്കി മാറ്റാം, കൂടുതൽ ചിലവൊന്നുമില്ലാതെ ഭംഗിയായിട്ട് തന്നെ കമ്പോസ്റ്റാക്കി മാറ്റുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ നമുക്കിതിന് ആദ്യം വേണ്ടത് കമ്പിയാണ്. പഴയ കമ്പി മതി. അതിൽ നമ്മൾ പെയിൻ്റ് അടിച്ചേക്കണം. പെയിൻ്റ് അടിച്ചെടുത്താൽ മതി. പെയിൻറ്റ് നമ്മൾ എപ്പോക്സി അടിക്കണം. എപ്പോക്സി ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ യൂസ് ചെയ്യും. കാര്യം നമുക്കിത് കെമിക്കൽ റിയാക്ഷനൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് കമ്പോസ്റ്റ് ആവില്ലേ. അപ്പം എപ്പോക്സിന് തീർച്ചയായിട്ടും വേണം. കമ്പി കൂടാതെ നമ്മൾ 1.25 ജൈനറ്റാണ് എടുത്തേക്കണം, 10 kg. അത് നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചേക്കണം. എന്നിട്ട് ചുറ്റും നമുക്ക് ഈ ഷെയ്ഡ് നെറ്റ് കെട്ടിയെടുക്കണം. തീർച്ചയായിട്ടും നമ്മൾ എപ്പോക്സി അടിച്ചിരിക്കണം നെറ്റിലും കമ്പിയിലും. അപ്പോൾ നമ്മൾ ഇതിന് ചുറ്റുഭാഗം ഷെയ്ഡ് നെറ്റ് കെട്ടിയിരിക്കുകയാണ്. നെറ്റിന് ചുറ്റിലും സൈഡ് നെറ്റ് കെട്ടി ഒരു സിലിണ്ടർ രൂപത്തിലാക്കി എടുത്തിരിക്കുകയാണ്. ഷെയ്ഡ് നെറ്റ് കാര്യം ഓക്സിജൻ കിട്ടണം അതിന് കുറേശ്ശെ. നമ്മൾ ഓളം തൊട്ട് കൊടുക്കുന്നില്ല. കുറച്ചും കൂടി തിന്നായിട്ടുള്ള ഷെയ്ഡ് നെറ്റാണ് കെട്ടിയിരിക്കുന്നത്. കേബിൾ ടൈ ഉപയോഗിച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത്. ക്യാമറ റെക്കോർഡ് ചെയ്യാൻ വേറെ ആളില്ലാത്തത് കൊണ്ടിട്ടാണ് ഇത് കെട്ടുന്നതൊന്നും നിങ്ങൾക്ക് കാണിക്കാതിരിക്കാൻ പറ്റിയത്. ആരുമില്ല, മറ്റേത് കുട്ടികളൊക്കെ ഉണ്ടാവും, ഒന്നും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെയ്തതിന് ശേഷം വീണ്ടും റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ സിലിണ്ടർ പരുവത്തിൽ നല്ല ഭംഗിയായിട്ട് വലിച്ച് നെറ്റ് കെട്ടി വയ്ക്കുക. പിന്നീട് നമ്മളിത് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സർഫസ് എല്ലാം ക്ലിയർ ആക്കിയിട്ടൊരു പ്ലാസ്റ്റിക് വിരിക്കുക. അതിന് മുകളിൽ നമ്മൾ ഈ സിലിണ്ടർ വയ്ക്കണം. പ്ലാസ്റ്റിക് വിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പിന്നീട് പറയാം. കൃത്യമായിട്ട് തന്നെ വെക്കണം. നമ്മൾ ചരിവൊന്നും പാടില്ല. നമ്മളൊരു കയ്യിൽ ഒരു സ്പിരിറ്റ് ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം. ഒരുപാട് സൈഡിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഒന്നും വരാൻ പാടില്ല. വളരെ കറക്റ്റായിട്ട് തന്നെ വെക്കണം. നമുക്ക് ജസ്റ്റ് ഒരു ലെവൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ ഒരു സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ച് സിലിണ്ടറിനേക്കാൾ മേളിലുള്ള റീപ്പർ വെച്ചിട്ട് നമുക്ക് സ്പിരിറ്റ് ലെവൽ അതിന് മേലെ വെച്ചിട്ട് ലെവൽ നോക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏകദേശമല്ല ഒരുവിധം കറക്റ്റായിട്ടുള്ള അളവ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സിലിണ്ടർ ഇരിക്കുന്നത് കറക്റ്റായിട്ട് 90 ഡിഗ്രി പൊസിഷനിൽ തന്നെയാണ്. ഒട്ടും ചെരിവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് വിരിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വേരുകളും പുല്ലുകളൊന്നും വരാതിരിക്കാൻ. പിന്നെ പ്ലാസ്റ്റിക് കൊണ്ടുള്ളൊരു കാര്യം, നമ്മളിതിലൊരു ലിക്വിഡ് ഒഴിക്കും ഈ കമ്പോസ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതും കൂടെ ഭൂമിയിലേക്ക് പോകാണ്ടിരിക്കാനാണ് നമ്മൾ ഒഴിക്കുന്നത്. അത് നമ്മുടെ ഈ കരിയിലെ തന്നെ ഫുള്ളായിട്ട് സ്പ്രെഡായിട്ട് ഇരിക്കണം. എങ്കിലേ നമുക്കത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കരിയില നിറച്ച് കൊടുക്കാം. ഇപ്പം ഒരു കൊട്ടയാണുള്ളത്. ആ ഒരു കൊട്ട നമ്മളിത് ഇതിലേക്ക് നിറയ്ക്കണം. ഒരു കൈ കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇത് ലെവലാക്കി ഇടണം ശരിക്ക് കരിയില. ഇനി ഇതാണ് നമ്മൾ ഒഴിക്കുന്ന ലിക്വിഡ്. നേരത്തെ പറഞ്ഞല്ലോ, ഇത് കഞ്ഞിവെള്ളം, അത് കൂടാണ്ട് നമ്മൾ കിച്ചൺ സ്ലറിയാണ്, കിച്ചൺ വേസ്റ്റ് നിന്ന് എടുക്കുന്ന സ്ലറിയാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ കരിയിലിൻ്റെ മേലെ സിലിണ്ടറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതേപോലെ ചെയ്ത് എടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് പച്ചയില, പച്ചപ്പുല്ല് എന്നിവ ഇട്ട് കൊടുക്കണം. ചാണക സ്ലറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കുകയായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ എനിക്കതിവിടെ അവൈലബിൾ അല്ല, അതുകൊണ്ട് ഒഴിക്കുന്നില്ല.
നമ്മുടെ കരിയിലൊരു നല്ല രീതിയിൽ തന്നെ ഈർപ്പം കിട്ടുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതിന് ഞാൻ കുറച്ചധികം കരിയിലിട്ടുണ്ട്, അതേപോലെ പുല്ലും പച്ചപ്പുല്ലും കൂടുതലിട്ടിട്ടുണ്ട്. ശേഷം വീണ്ടും നമ്മൾ കരിയില ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക. ശേഷം വീണ്ടും നമ്മൾ സ്ലറി ഒഴിച്ചു കൊടുക്കുക. ഈ പ്രക്രിയ നമ്മൾ തുടർന്നു കൊണ്ടേ ഇരിക്കണം. അതായത് കരിയിലിടുക, പച്ചപ്പുല്ലിടുക, സ്ലറി ഒഴിക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. എത്രയുണ്ടോ അത്രയും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ ഏകദേശം 90 സെൻറ്റിമീറ്റർ ഹൈറ്റുണ്ട് നമ്മുടെ സിലിണ്ടറിന്. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ നമ്മൾ കരിയില ഇടുമ്പോൾ ശരിക്കും അത് അമർന്നിരിക്കില്ല. അപ്പോൾ അതൊന്ന് പ്രസ്സായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രസ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് നല്ലത്. എന്നെങ്കിൽ കൂടുതലൊന്ന് സെറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും നമുക്ക്. അപ്പോൾ വീണ്ടും നമ്മൾ സ്ലറിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ച് വെക്കണം. ഈ വെയിലും മഴയൊന്നും കൊള്ളരുത്. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് മഴൻ്റെ പ്രശ്നമില്ല. എങ്കിൽ കൂടി നല്ലൊരു അടപ്പ് വെച്ച് ഇത് അടയ്ക്കണം. തൽക്കാലം ഇവിടെ ഇതിന് പറ്റിയൊരു അടപ്പില്ല, ഞാനത് പിന്നീട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഒരു ഷീറ്റ് വെച്ചിട്ട് അടച്ചിടുകയാണ് ചെയ്യുന്നത്. താൽക്കാലികമായിട്ടാണ് അത്. വീണ്ടും നല്ലൊരു ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പെർമനൻ്റായിട്ട് അടച്ചിടാം. ഇങ്ങനെ ഇരിക്കണം. ഈ ഇരുത്തം നമുക്ക് ഏകദേശം 2 മാസത്തോളം ഇരിക്കണം, 2 മാസത്തിൽ കൂടുതൽ ഇരിക്കണം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഈർപ്പം എപ്പോഴും നിലനിർത്തണം.